ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ചിക്കൻ റോള് എങ്ങനെയാണ് നല്ല ടേസ്റ്റായിട്ട് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 3/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലിന് പകരം നിങ്ങൾക്ക് വെള്ളമായാലും ഒഴിച്ചു കൊടുക്കാം. പാലാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഈ ഈസ്റ്റ് പൊങ്ങാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഓയിൽ തന്നെ എടുക്കാനായിട്ട് നോക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പൊങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാ പാലും ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുഴച്ചെടുക്കാനായിട്ട് കുറച്ചും കൂടി പാലോ അല്ലെങ്കിൽ വെള്ളമോ ആവശ്യമാണ്. അതുകൊണ്ട് കുറേശ്ശെ പാല് ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്നും കൂടി കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായി ഒന്ന് പരത്തി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായി കുഴച്ചെടുത്താലേ ഇത് നന്നായിട്ട് പൊന്തി വരുള്ളൂ. അപ്പോഴാണ് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാനിത് നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് പരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഇത് പൊങ്ങാനായിട്ടൊന്ന് വെക്കണം. ഇനി നമുക്ക് ചിക്കൻ്റെ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായി വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാളയും 3 പച്ചമുളകും ഒന്ന് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. സവാള നല്ല സോഫ്റ്റായി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതേപോലത്തെ ഒരു 3 പീസ് ചിക്കൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒന്ന് നന്നായി വേവിച്ചെടുത്തുള്ള ചിക്കനാണിത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കളഞ്ഞിട്ട് മിക്സഡ് ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകരുത്, ചെറുതായി കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടോ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ മസാല നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണം. അപ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ വേവിച്ചപ്പോൾ ബാക്കി വന്നിട്ടുള്ള വെള്ളം അതൊരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പെങ്ങാനും കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ 2 മണിക്കൂറിന് ശേഷം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ചെറിയ ബോൾസുകളാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത്രയും 3 ബോൾസുകളാക്കിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലത്തെ നമുക്കൊരു 6 ബോൾസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി കൗണ്ടർ ടോപ്പിൽ കുറച്ചൊന്ന് ഓയിൽ തടവി കൊടുത്തിട്ട് ഓരോ ബോളുകളെടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഒരുപാട് നൈസായിട്ട് പരത്തേണ്ട, ഒരു ചപ്പാത്തിയുടെ കനത്തിലൊക്കെ ആയിട്ടൊന്ന് പരത്താം. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിത് 2 ഭാഗവും ഒന്ന് നന്നായി ഒന്ന് മടക്കി കൊടുത്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ മൈദ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നന്നായി ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 1 തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ 6 തയ്യാറാക്കിയെടുക്കാം. ഇനി ഞാനിവിടെ ഒരു മുട്ട നന്നായി പതപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നെടുത്തിട്ട് ഈ മുട്ടയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കയ്യിൽ വെച്ച് ചെറുതായി ഒന്നിങ്ങനെ നന്നായി തട്ടി കൊടുക്കാം. അപ്പോൾ ഓയിലിൽ ഇങ്ങനെ ബ്രെഡ് ക്രംസ് വീണ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്.
അതിനുശേഷം നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയത്തിനും കുറച്ച് കുറവിലായിട്ട് ഫ്ലെയിം വെച്ചതിന് ശേഷം തിരിച്ചു മറിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരയ്ക്കും ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള 3 കൂടിയും തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിലായിട്ടുള്ള ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട്. അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും, കാരണം നമ്മളിതിൽ കുറേ ചിക്കനൊക്കെ വെച്ചിട്ടുള്ള കാരണം. അപ്പോൾ ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മയോണൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.